സംസ്ഥാനത്തെ പൊതുവിപണിയിലെ ക്രമാതീതമായ വിലക്കയറ്റം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. അവശ്യ സാധനങ്ങൾക്കടക്കമുള്ള വിലക്കയറ്റം മൂലം സാധാരണ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ശൂന്യവേളയിൽ ഉന്നയിക്കാനാണ് ആലോചന. അപകടകാരികളായ വന്യജീവികളെ കൊന്നൊടുക്കുന്നതിന് അധികാരം നൽകുന്ന ബില്ലും ഇന്ന് നിയമസഭ പരിഗണിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഉമേഷ് ബാലകൃഷ്ണനാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഈ അടുത്തിടെ വന്ന ചില കണക്കുകളിലും വിലക്കയറ്റം ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായാണ് കേരളം വിലയിരുത്തപ്പെട്ടത്. ആ കണക്കുകൾ പ്രകാരം ഒപ്പം തന്നെ ഈ വന്യജീവി ബില്ല് എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവമായാണല്ലോ കണക്കാക്കുന്നത്. ഏത് രീതിയിലാണ് ഇന്നത്തെ നിയമസഭാ നടപടികൾ പുരോഗമിക്കുക? തീർച്ചയായും നിയമസഭാ നടപടികൾ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസവും ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്നും അടിയന്തര പ്രമേയമായി ശൂന്യവേളയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് സംസ്ഥാനത്തെ ക്രമാതീതമായ വിലക്കയറ്റമാണ്. ക്രമാതീതമായ വിലക്കയറ്റത്തെ തുടർന്ന് പൊതുജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന് ശൂന്യവേളയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. ആ വിഷയവും കഴിഞ്ഞ 2 ദിവസത്തെയും പോലെ ചർച്ചയ്ക്ക് എടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കഴിഞ്ഞ ഓണക്കാലത്തടക്കം സർക്കാർ ഈ വിപണി ഇടപെടലിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ, ഒപ്പം വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ എടുത്ത നിലപാടുകൾ തുടങ്ങിയവയെല്ലാം ഇക്കാര്യങ്ങൾ നിരത്തി ഈ വിഷയം പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതേസമയം ഇന്ന് ബില്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ബില്ല് വന്യജീവി സംരക്ഷണ ബില്ല് ഇന്ന് സഭയിൽ വരുന്നു എന്നുള്ളതാണ്. അപകടകാരികളായ ഈ വന്യജീവികളെ കൊല്ലാനുള്ള വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് ഇന്ന് സഭയിൽ എത്തിക്കും. പക്ഷേ ഈ ബില്ല് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട് കോൺട്രഡിക്ടറി ആകുമ്പോൾ ഇതെങ്ങനെയാണ്, ഇതിന്റെ നിയമസാധുത തുടങ്ങിയ സംശയങ്ങളെല്ലാം നിയമവിദഗ്ധരും പ്രതിപക്ഷവും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായി ആ ഒരു സംശയവും നിലനിൽക്കുന്നു. ഇത്തരത്തിൽ കേന്ദ്ര നിയമത്തിന് ബദലായി മറ്റൊരു നിയമം സംസ്ഥാനത്തിന് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ള നിയമവിദഗ്ധരുടെ ചോദ്യവും നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിൽ എന്തായാലും ബില്ല് സഭയിൽ അവതരിപ്പിച്ച് അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനുള്ള ആലോചന തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ എന്തായാലും ബില്ലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിയമസഭയിൽ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഒപ്പം നിയമത്തിന്റെ നിയമസാധുത സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.